നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടും എന്തുകൊണ്ടാണ് സഹവിദ്യാർത്ഥികൾ എതിർശബ്ദം ഉയർത്താത്തത് എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന് ഉത്തരം തേടുമ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ നടമാടുന്ന ക്രൂരതകളിലേക്ക് വെളിച്ചം വീശുന്നത്. വിദ്യാർത്ഥികളെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരു അലിഖിത നിയമം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഭീതിയുടെ അന്തരീക്ഷം വിതയ്ക്കുകയാണ് ഇവർ ചെയ്തു വരുന്നത്. ഇതിനു മുമ്പും പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിന് സമാനമായ ക്രൂരതകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിന് മുമ്പ് കൃത്യമായ ഗൂഢാലോചന നടന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയ സഹപാഠി രഹൻ ബിനോയ് ഉൾപ്പെടെ ഇന്നലെ അറസ്റ്റിലായിരുന്നു. രഹനെ വിശ്വസിച്ച് ക്യാമ്പസിലേക്ക് തിരിച്ചെത്തിയ വിദ്യാർത്ഥിയെ SFI നേതാക്കൾ ഉൾപ്പെടെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 16-നും 17-നും കോളേജിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. 16-ന് രാത്രിയാണ് അക്രമവും മർദ്ദനവും ഉണ്ടായത്. 17-ന് ചിലർ സിദ്ധാർത്ഥന്റെ നീക്കം നിരീക്ഷിച്ചിരുന്നത്രേ. 18-ന് പ്രശ്നമില്ലെന്ന് കണ്ടതോടെ കാര്യമാക്കിയില്ലെന്നാണ് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞത്. 18-ന് കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സിദ്ധാർത്ഥനെ പിന്നെ കണ്ടത് ജീവന്റെ തുടിപ്പറ്റ് കൊണ്ടാണ്. ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ്. റാഗിംഗ് സെല്ലിന്റെ ഇടപെടലോടെയാണ് എല്ലാം വെളിച്ചത്തായത്. അതോടെ 12 പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. സിദ്ധാർത്ഥനെ കൊന്നത് SFI പ്രവർത്തകരാണെന്ന് അച്ഛൻ പ്രകാശ് രാജ് ആരോപിച്ചിരുന്നു. റാഗിംഗ് സെല്ലിന്റെ ഇടപെടലോടെയാണ് എല്ലാം വെളിച്ചത്തായത്. അതോടെ 12 പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. സിദ്ധാർത്ഥനെ കൊന്നത് SFI പ്രവർത്തകരാണെന്ന് അച്ഛൻ ജയപ്രകാശും ആരോപിക്കുന്നുണ്ട്. അവന്റെ കൂടെ പഠിച്ച 4 വിദ്യാർത്ഥികളും സീനിയേഴ്സും ചേർന്നാണ് അവനെ കൊന്നത്. എല്ലാവരും SFI-ക്കാർ. മകനെ മർദ്ദിച്ചും കഴുത്തുഞെരിച്ചും കൊന്ന് അവർ കെട്ടിത്തൂക്കിയതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് സൂചിപ്പിക്കുന്നത്. പോലീസും സർവകലാശാലയും പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആരോപിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. ശരീരത്തിൽ 3 നാൾ വരെ പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. മരണത്തിന്റെ 2-3 ദിവസം മുമ്പുണ്ടായ പരിക്കുകളാണിതെന്നാണ് വ്യക്തമാവുന്നത്. തലയ്ക്കും താടിയെല്ലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട്. കനമുള്ള എന്തെങ്കിലും കൊണ്ടാവാം മർദ്ദനമെന്നാണ് നിഗമനം.